ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ചക്കയുടെ ഷേപ്പിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് 240 ml കപ്പിൽ 1/4 കപ്പ് മൈദമാവ് അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ ഈ കാര്യം പ്രത്യേകം പറയാറുണ്ട്. മാവ് 3 പ്രാവശ്യം അരിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കേക്ക് സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പ് ഇതാണ്. മാവ് ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് പാത്രത്തിൻ്റെ റൗണ്ടിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ ചുറ്റും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പാത്രം റെഡിയാക്കി എടുത്ത ശേഷം ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചോ വിസ്ക് വെച്ചോ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ആദ്യം മുട്ട മാത്രം ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് OTGയിലല്ല സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ മാത്രമേ കേക്ക് ഉണ്ടാക്കാവൂ. പ്രീ ഹീറ്റ് ചെയ്യാത്ത പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് കിട്ടില്ല. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ഒഴിച്ച ശേഷം ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫോൾഡ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. മാവ് മുഴുവനും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ചക്കപ്പഴം മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് അളവിൽ ചക്കപ്പഴം അരച്ചെടുത്തതാണിത്. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ പാത്രത്തിലേക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെക്കാം. പാത്രത്തിൽ ഇതുപോലൊരു വളയം വെച്ച ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് 35 മിനിറ്റൊക്കെ ആകുമ്പോൾ മാത്രമേ തുറന്ന് നോക്കാവൂ. വെന്തിട്ടില്ലെങ്കിൽ 45 മിനിറ്റ് തന്നെ എടുക്കും. ഇതിപ്പോൾ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിത് ബേക്കായിട്ട് വരാനായിട്ട്. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചക്കപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള വരിക്ക ചക്കയാണിത്. ചക്കപ്പഴം അരിഞ്ഞത് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചക്കപ്പഴം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ വെള്ളം തിളച്ച് 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ചക്കപ്പഴം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഷുഗർ സിറപ്പ് ഒഴിക്കാനായിട്ട് കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഇതിലുള്ള വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ ഈ ചക്കപ്പഴം നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. കേക്ക് തണുത്ത ശേഷം ഞാൻ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം.
1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ വേവിച്ചെടുത്ത ചക്കപ്പഴം മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ വയ്ക്കാം. എന്നിട്ട് ചക്കപ്പഴം വേവിച്ച വെള്ളം ഞാൻ ഈ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചക്കപ്പഴം വേവിച്ച വെള്ളം വെച്ചിട്ട് വെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കേക്കിൽ ഫുള്ളായിട്ട് ചക്കയുടെ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച ചക്കപ്പഴം അരച്ചത് വെച്ച് കൊടുക്കാം. ചക്കപ്പഴം ഇതുപോലെ അരച്ചെടുക്കാതെ അതുപോലെ പീസായിട്ട് വെച്ച് കൊടുത്താലും മതി. അതേതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാനിതുപോലെ അരച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വയ്ക്കാം. രണ്ടാമത്തെ ലെയറും നന്നായിട്ട് വെറ്റ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ വെറ്റ് ചെയ്യണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. എന്നിട്ട് ക്രീം വയ്ക്കാം. അതിനുശേഷം ചക്കപ്പഴം അരച്ചത് വയ്ക്കാം. എന്നിട്ട് മൂന്നാമത്തെ ലെയർ വയ്ക്കാം. അതും നന്നായിട്ട് വെറ്റ് ചെയ്യാം. ഇനി കുറച്ച് ക്രീം വെച്ച് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ച് ക്രീം വെച്ചാൽ മതി. സൈഡിലും നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചക്കയുടെ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് വരാനായിട്ട് ബോർഡിൽ വയ്ക്കുമ്പോൾ അല്പം ഒരു ചരിവ് കിട്ടാനായിട്ട് സൈഡ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 ലെയർ വരുന്ന ഭാഗം വരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബോർഡിലേക്ക് കേക്ക് തിരിച്ചെടുക്കാം. ചക്കയുടെ താഴെ ഭാഗം ഒന്ന് ചരിഞ്ഞിരിക്കുന്ന പോലെ വരാനായിട്ടാണ്. മുകളിലത്തെ ബോർഡ് മാറ്റാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ചരിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. മുകളിലും നന്നായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. സൈഡിൽ ഒരുപാട് ക്രീം വയ്ക്കേണ്ട, ക്രം കോട്ട് ചെയ്താൽ മതി. മുകൾ ഭാഗം നല്ലപോലെ ക്രീം തേച്ചെടുക്കണം. പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുത്തതാണിത്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സൈഡിലൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മാജിക് കളേഴ്സിൻ്റെ ഗാർഡൻ ഗ്രീനാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് മുഴുവൻ ഭാഗത്തും സൈഡിൽ മുഴുവനും ഇതുപോലെ ഗ്രീൻ കളർ വെച്ച് കൊടുക്കാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ ചെറിയ സ്റ്റാർ നോസിലിട്ടിട്ട് അത് വെച്ചിട്ട് ചെറിയ ചക്കയുടെ മുള്ള് പോലെ ഇതുപോലെ ചെയ്തെടുക്കാം. സ്റ്റാർ നോസിലിടണമെന്നില്ല, വെറുതെ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് ചെയ്താലും മതി. ഞാനിപ്പോൾ ചെറിയ സ്റ്റാർ നോസിലുള്ളതുകൊണ്ട് അത് ഇട്ടതാണ്. ഇത് ഫുള്ളും ഇതുപോലെ തന്നെ ചക്കയുടെ മുള്ള് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചക്കയുടെ പൂഞ്ച് വരുന്ന ഭാഗം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് സൈഡിൽ ചക്കച്ചുള ഒരു ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ചുള വരാനായിട്ട് ഇതുപോലെ യെല്ലോ കളർ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ചക്കച്ചുള ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഞാനിപ്പോൾ ക്രീം വെച്ചിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഷേപ്പ് പോലെ ചക്കച്ചുളയുടെ ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് വെറുതെ കട്ട് ചെയ്ത് ക്രീം വെച്ചിട്ട് വെറുതെ കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച ശേഷം സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇത്രയും ചുള ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ചക്കയുടെ അരക്ക് വരുന്ന ഭാഗം
പൂഞ്ചിൻ്റെ മുകളിലായിട്ട് അരക്ക് വരുന്ന ഭാഗം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വൈറ്റ് ക്രീം വെച്ച് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് ലെവലൊന്നും വേണ്ട, വെറുതെ ചെയ്താൽ മതി. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കറ പോലെ വരാനായിട്ടാണ്. എന്നിട്ട് ഓരോ ചുളയിലും ബദാം വെച്ചിട്ട് ബദാം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കണം. ചക്കക്കുരുവിന് പകരം ചക്കക്കുരു പോലെ തോന്നാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. തിരിച്ചും ബദാം തിരിച്ച് ഫുള്ളായിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കയുടെ ഷേപ്പിലുള്ള കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണാനായിട്ട് ഒരു പ്രത്യേകതയുള്ളൊരു കേക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു കേക്കാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.